പിന്നെ അവൻ അവരോട്, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിപ്പിക്കും. എന്ന് വെച്ചാൽ ഇതിന്റെ ഒരു അർത്ഥം ഞാൻ പറഞ്ഞുതരാം. ഈ കർത്താവ് ചെയ്യാനുള്ളതെല്ലാം ചെയ്തു. അതാണ് ക്രൂശിൽ വെച്ച് താൻ പറഞ്ഞു നിവൃത്തിയായി. അപ്പോൾ മന്ദിരത്തിലെ തിരശ്ശീല മുകളിൽ തൊട്ട് താഴെ വരെ ചെയ്തു. അപ്പോഴേ പറഞ്ഞാൽ നിവൃത്തിയായി എന്ന് വെച്ചാൽ, പാപിയായിരിക്കുന്ന ഒരു മനുഷ്യന് സ്വർഗത്തിൽ പിതാവിന്റെ സന്നിധിയിൽ ചെല്ലുവാനുള്ള സകല വഴികളും ഞാൻ ക്ലിയറാക്കി. ഇതിന് തടസ്സങ്ങളൊന്നുമില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വീട്ടിൽ സകല ഭക്ഷണങ്ങളും വിളമ്പി മേശപ്പുറത്ത് വെച്ചിട്ട് പോയി നമ്മൾ അമ്മയുടെ അപ്പനെ പോയി വിളിച്ചുകൊണ്ടോടാ എന്ന് പറയത്തില്ല, എല്ലാം റെഡിയാണ്. അപ്പം എന്ന് പറഞ്ഞാൽ ദൈവം മനുഷ്യന് സ്വർഗത്തിലേക്ക് പോകുവാനുള്ള വഴിയെല്ലാം ക്ലിയർ ആക്കിയിട്ട് പറഞ്ഞു, ഇത് എന്ന് എല്ലാവരോടും പറയണം. ആരും 5 പൈസ മുടക്കണ്ട. ഉണ്ടോ? ഇല്ലല്ലോ. ഇപ്പോൾ ഒരു സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കാൻ ആരെങ്കിലും 5 പൈസ മുടക്കണോ? വേണ്ട. ആരും മറ്റ് കാളെ ഇറക്കണോ? വേണ്ട. ഒരു ദരിദ്രനായിട്ട്, ഒരു അംഗഹീനായിക്കോട്ടെ, സമ്പന്നനായിക്കോട്ടെ, ജീവനോടിരിക്കുന്ന ഏത് വ്യക്തിക്കും ഇപ്പോഴത്താണ് എൻ്റെ കൂടെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പാൻ ഞാൻ ജീവന്റെ പുതുവഴി, അങ്ങനെ എബ്രാഹിം ജീവന്റെ പുതുവഴി തുറന്നിരിക്കുകയാണ്. എന്നിട്ട് അപ്പം അതായത് നമുക്ക് വേണ്ടതെല്ലാം റെഡിയാക്കിയതിന് ശേഷമാണ് ശിഷ്യന്മാരെ അയക്കുന്നത്.